അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആ വിവരം കെട്ട ചങ്ങാതി എഴുതിപ്പാടിയ പാട്ടിനെ ന്യായീകരിക്കാൻ വന്ന കുരുവട്ടൂർ നൗഷാദ് ആകെ പെട്ടുകിടക്കാൻ. നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിലും ഒന്നുമില്ലല്ലോ. ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റിപ്പറയും, ഇന്നത്തത് നാളെ മാറ്റിപ്പറയും, കിതാബുകൾ കട്ടുവായിക്കും, വായിച്ചാൽ തന്നെ അതിൻ്റെ ആശയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു പറയും. ഇതൊക്കെയാണ് ഈ കാട്ടുവളപ്പിൽ നൗഷാദും കുരുവട്ടൂർ ത്വരീഖത്തുകാരും. അല്ലെങ്കിൽ തന്നെ നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എന്തായിരുന്നു ആ പാട്ടിന് പാടുന്ന ചങ്ങാതിയെക്കുറിച്ചുള്ള നിലപാട് നൗഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാടുമ്പോൾ എനിക്ക് പറയേണ്ടി വരും, പാടുന്നവനും ശ്രദ്ധിക്കണം, പാടുന്നവനും ശ്രദ്ധിക്കണം. കലാമുകൾ അത് അവരുടെ സ്വന്തം കൗമിനോട് പറഞ്ഞതുണ്ടാവും, സ്വകാര്യമായി പറഞ്ഞതുണ്ടാവും, കറാമത്ത് പോലെയല്ല, അതെല്ലാം പറയാനുള്ളതാണ്. കലാമുകൾ സിറായ കലാമുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചോദിച്ച് അന്വേഷിച്ചേ പാടാവും. അല്ലാതെ പാടിയാൽ അതൊന്നും അഹ്ലുസുന്നക്ക് ഏറ്റെടുക്കേണ്ട കാര്യം, അഹ്ലുസുന്നക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാടായിരുന്നു ആ പാട്ട് ആ ചങ്ങാതി പാടിയ സമയത്ത്. ഇപ്പം നിലപാട് മാറി. ഇപ്പം നൗഷാദ് പറയുന്നത് പാടണമെന്നാണ്, പാട്ടുകാരന് സല്യൂട്ട് കൊടുക്കണമെന്നാണ്. ഇവർ ഈ പാട്ടുകാരന് നമുക്ക് സല്യൂട്ട് കൊടുക്കേണ്ടിയ ഓരോ പാട്ടിഞ്ഞും പാട്, നാളെ ഇത് സത്യം അസത്യം വേർതിരിയുള്ളൂ. കണ്ടോ, സല്യൂട്ട് കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ഇനി നാളത്തത് എന്താകുമെന്ന് പടച്ചോന് മാത്രം അറിയാം. എന്തായാലും ഇങ്ങനെ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിറങ്ങിയ നമ്മുടെ കുരുവട്ടൂർ നൗഷാദ് ഇബ്ലീസിനെ വെള്ളപൂശി അവസാനം ഇനി നാളെ എന്താ പറയാന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇന്ന് പ്രസംഗം ഉണ്ടെന്നാണ് തോന്നുന്നത്, എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും ആ പാട്ടിൽ തന്നെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അല്ലാഹു തആലയുടെ വിശേഷണമാണ് അൽ ഹയ്യു വൽ ഖയ്യൂം. ആ വിശേഷണം മടവൂരിന് ഈ ചങ്ങാതി ചാർത്തി കൊടുത്തിട്ടുണ്ട്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന അള്ളാഹിൻ്റെ പേര് മാത്രമല്ല, മുഴുവൻ പേരും ജസദിൽ അരച്ചോരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മുഴുവൻ പേരും മടവൂരിന് പറയാൻ പറ്റുന്ന പേരുകളാണ് എന്ന പാട്ടുപാടിയപ്പോൾ അതിനെയും ന്യായീകരിച്ചു നൗഷാദ്. ഞാൻ വിചാരിച്ചത് അതിനെ ന്യായീകരിക്കില്ല എന്നാണ്, പക്ഷെ അതിനെ ന്യായീകരിച്ചു. എന്താ നൗഷാദ് പറഞ്ഞത്? ചാടി വീണതാ മടവൂർ ശൈഖുനെ എന്ന് പറഞ്ഞപ്പോ പേടത്തിങ്ങള് ലോകം വിധിയായിതാ. നിങ്ങളിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ട് ഹയ്യുൽ ഖയ്യൂം എന്ന് പാട്ടിലല്ലേ, അതില്ല, അതിൽ 7 നാളുകൾ എഴുന്നേറ്റ് വരും. മശായിഖിന്റെ കിതാബ് നോക്കിയിട്ടുണ്ടോ? ഔലിയാഇന്റെ കിതാബ് നോക്കിയിട്ടുണ്ടോ? ഒരു കിതാബിന്റെ ചട്ടം ഒന്ന് കാണിച്ചു കൊടുക്ക്, പഠിക്കട്ടോ. നീ അത് ചോദിച്ചു നടക്കണ്ട. അൽ കമാലാത്തുൽ ഇലാഹിയ ഫി സിഫാത്തിൽ മുഹമ്മദിയ, ഈ ഗ്രന്ഥം അൽ ഇമാം അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടേതാണ്. ഇങ്ങനെ എത്രയോ ഗ്രന്ഥമുണ്ട്, അതിലതാ ഒറ്റ വാക്ക് ഞാൻ വായിച്ചുതരാം. ഞാൻ ഇങ്ങനെ സംശയിക്കണ്ട, ആ പേര് പറയാൻ പറ്റോ, അള്ളാന്റെ ഈ പേര് പറയാൻ പറ്റോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റഊഫാവുമ്പോൾ റസൂൽ എങ്ങനെ റഊഫാകുക, റസൂൽ എങ്ങനെ റഹീമാകുക? അതാ അടുത്ത പേജ് കാണിച്ചു കൊടുക്കും. ഫഇദാ കാനൽ ഖുർആനു ഖുലുഖുഹു, ഹബീബായ തങ്ങളുടെ ഖുലുഖ് സ്വഭാവം ഖുർആനാണ്. വൽ ഖുർആനു സിഫാത്തുല്ലാഹ്, അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറയാ ഖുർആൻ അല്ലാഹുവിന്റെ സിഫാത്തുമാണ്. ഫസിഫാത്തുല്ലാഹി സിഫാത്തു, അള്ളാന്റെ സിഫത്തുകളൊക്കെ റസൂലുള്ളാഹിന്റെ സിഫത്തുകളാണ്. എന്നിട്ട് പറയാണ്, ഇതൊക്കെയാണ് കേട്ടോ മശായിഖിന്റെ ഭാഗം. വൈദാ കാനത്തി സിഫാത്തുല്ലാഹി സിഫാത്തു ഫഅസ്മാഉല്ലാഹി അസ്മാഉ, അള്ളാഹുവിന്റെ സിഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫാത്താകുമ്പോൾ അള്ളാഹിന്റെ പേര് റസൂലിന്റെ പേരുകളാണത്. വസൗഫ ഉബയ്യിനു ലക്കും ദാലിക്, അനക്കത് മനസ്സിലായിട്ടില്ല, അനക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാ പോലെ പറയണത്. അങ്ങനെ മൂപ്പര് എല്ലാ പേരും എടുത്തുദ്ധരിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് കൊടുത്ത പേരൊക്കെ. അതെങ്ങനെ റസൂലിനെ കുറിച്ച് പറയുന്ന ചർച്ച അടുത്ത പേജ് ഒന്ന് കാണിക്കാൻ കാണാണ്ടോ. മാലിക്കുൽ മുൽക്ക് അതെങ്ങനെ പറയാ, റഊഫ് എങ്ങനെ പറയാ, ഹയ്യുൽ ഖയ്യൂം എങ്ങനെ പറയാ? ഹയ്യ് അല്ലാഹുവിന്റേതല്ലേ, ഹയ്യ് അല്ലാഹുവിന്റേതാണ്. പക്ഷേ റസൂൽ അൽ ഹയ്യാണ്. അതെങ്ങനെ? എല്ലാ ഹയാത്തുള്ള വസ്തുവിനും ഹയാത്ത് കൊടുക്കാനുള്ള നിദാനം അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളിലൂടെ അല്ലാതെ ഹയാത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഹയ്യാണ്. അപ്പൊ അല്ലാഹ് ഹയ്യാന്ന് പറയുമ്പോൾ അർത്ഥമല്ല ആര് ഹയ്യാകുമ്പോ മുത്തു റസൂല്. അല്ലാഹ് മാലിക്കുൽ മുലൂക്ക് ആകുമ്പോൾ അർത്ഥമല്ല ആ റസൂലും റസൂലിന്റെ വാരിസീങ്ങളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാല് മശായിഖയിൽ വരും, വിറാസത്തൻ ലി റസൂലില്ലാഹി.
ദുർവ്യാഖ്യാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിച്ചിട്ട് നൗഷാദ് പച്ചയായിട്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്. അവിടെ മഹാനവറുകൾ പറയുന്നത് ചില അള്ളാഹുവിൻ്റെ പേരുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശേഷിപ്പിക്കുന്നതിൻ്റെ ന്യായങ്ങൾ പറയാൻ. എന്നിട്ട് നൗഷാദി വായിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വരിയുണ്ട്, ഇയാളത് കട്ടു. ഇയാളത് കട്കാനുള്ളതിൻ്റെ കാരണം എന്താ? എങ്കിലേ ഇയാൾക്ക് ഇത് ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂ. എന്താണത്? അദ്ദേഹം മഹാനായ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എഴുതുകയാണ്, വഖദിം ഫറദ സല്ലല്ലാഹു അലൈഹി വസല്ലം ബികമാലി ദാലിക ദൂന കുല്ലി മൗജൂദിൻ. ആ പൂർണ്ണത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഫരിദായിരിക്കുന്നു. ആ പൂർണ്ണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ദൂന കുല്ലി മൗജൂദിൻ, മറ്റൊരു സൃഷ്ടികൾക്കുമില്ല എന്നെഴുതി വെക്കുന്നുണ്ട്. ഇയാളത് കട്ടു. എന്നിട്ട് അടുത്ത പേജിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അടുത്ത പേജിലേക്ക് ചാടിയിട്ട് അവിടെയാ വായിക്കുന്നത്, ഇത് വായിച്ചാൽ പൊളിയും. ഇനി ഈ പറയപ്പെട്ട വിഷയം തന്നെ അതൊന്നും സത്യത്തിൽ സാധാരണക്കാർക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം പോലുമല്ല. സൂഫിയാക്കൾ സംസാരിച്ച ചില കാര്യങ്ങൾ, ഈ പറയപ്പെട്ട കിതാബിനെ കുറിച്ച് അയിമ്മത്തുകൾ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കിതാബ് നോക്കിയിട്ട് പിഴച്ച ത്വരീഖത്തുകാർ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളെക്കുറിച്ചും ദുഷിച്ച വർത്താനങ്ങളെക്കുറിച്ചും സംസാരിച്ച ഇമാമുമാരില്ലേ? ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാത്തത് ഇത് സാധാരണക്കാർക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും ജീലി തങ്ങളുടെ ഈ കിതാബും പൊക്കിപ്പിടിച്ച് ആ പാട്ടിനെ ന്യായീകരിക്കാൻ വരുമ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ജീലി തങ്ങൾ ഈ വിശേഷണങ്ങളൊക്കെ നബിതങ്ങൾക്ക് കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു വിഷയം, ഒന്നിത് നബിതങ്ങൾക്ക് മാത്രമുള്ളതാണ്. രണ്ടാമത്തത് അതിനെ വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കണം? അള്ളാഹുവുമായി തുലനപ്പെടുത്താത്ത രീതിയിൽ വ്യാഖ്യാനിക്കണം. എന്നാൽ ഈ ചങ്ങാതിയുടെ വിഷയത്തിൽ ആ പാട്ടിൽ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? അയാൾ പറഞ്ഞത് അസ്മാഉൽ ഹുസ്ന മുഴുവനും ജസദിൽ അരച്ചവരാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നതെന്നറിയോ? അസ്മാഉൽ ഹുസ്നയെ മുഴുവൻ ജസദിൽ അരച്ചോരാ, മറ്റൊന്നായി കാണാത്തൊരു നില തന്നിലലിഞ്ഞവരാ. കേട്ടോ, മറ്റൊന്നായി കാണാത്തൊരു നില തന്നിലലിഞ്ഞവരാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ്, അങ്ങനെ അലിഞ്ഞു ചേർന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? ജീലി തങ്ങളത് അള്ളാഹുവുമായിട്ട് ഒരു നിലയിലും തുലനപ്പെടുത്താത്ത രീതിയിൽ ഓരോ വസ്ഫുകളെയും വ്യാഖ്യാനിച്ചു. ഇതോ അള്ളാഹുവുമായിട്ട് ഒരു വ്യത്യാസവുമില്ലാത്ത രീതിയിൽ അലിഞ്ഞു ചേർന്നു എന്ന് പാടുന്ന ഈ കുഫറിനെയല്ലേ നിങ്ങൾ മഹാന്മാരുടെ കിതാബുകൾ കൊണ്ട് ന്യായീകരിക്കുന്നത്? ഇതാണ് കുരുവട്ടൂരികളുടെ സ്വഭാവം. ഇന്നലെ പറഞ്ഞതായിരിക്കൂല ഇന്ന് പറയാ, ഇന്ന് പറഞ്ഞതാകൂല നാളെ പറയാ. പറഞ്ഞാലോ അത് ദുർവ്യാഖ്യാനമായിരിക്കും, അല്ലെങ്കിൽ കട്ടുവായിക്കലായിരിക്കും, അല്ലെങ്കിൽ മൂടിവെക്കലായിരിക്കും. ഇവരുടെ പിന്നാലെ കൂടുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.